നീലാകാശത്തിലങ്ങായി വെളുവെള്ള നിറയും മേഘജാലങ്ങൾ നോക്കിക്കാണുമ്പോഴങ്ങു തോന്നും സുമുഖി അകലെയായി തട്ടമുന്നിട്ട പോലെ. നേരെ താഴത്തു കാണാം അലകളും അതിലായി വെള്ളി തന്നൽ കൊലുസും ചാർത്തിക്കൊണ്ടങ്ങു നിൽക്കും. കടലിനെ ഇനിയും വാഴ്ത്തുവാൻ വാക്കതുണ്ടോ? ഞങ്ങൾ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു തീർത്ഥാടനത്തിലായിരുന്നു. പഴനി, മധുര, രാമേശ്വരം, ധനുഷ്കോടി, അങ്ങനെ ഒരു യാത്ര. രാമേശ്വരത്ത് കടൽ തീരത്ത് ഉപ്പുരസമില്ലാത്ത വെള്ളം ലഭിക്കുന്ന വില്ലൂന്നി തീർത്ഥക്കിണറിനടുത്തെത്താൻ ഒരു പാലത്തിൽ കയറി നടന്നു പോകണം. ഏകദേശം 120 അടി. പാലത്തിൻ്റെ അങ്ങേയറ്റത്താണ് കിണർ. ഇങ്ങേക്കരയിൽ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ഞങ്ങൾ നടന്ന് കിണറിനടുത്തെത്തി. ക്ഷേത്രത്തിലെ പൂജാരി കോരിത്തന്ന തീർത്ഥം സേവിച്ച് പാലത്തിൽ അല്പനേരം നിന്നു. അങ്ങനെ ഒരു പ്രഭാതം. തെളിഞ്ഞ നീലാകാശം, മുകളിൽ പാറി നടക്കുന്ന വെൺമേഘക്കൂട്ടങ്ങൾ, നീലിമയുടെ അഴകുകൂട്ടുന്ന മേഘക്കൂട്ടങ്ങൾ. തിരിച്ചും പൗർണമി രാവിൽ ചന്ദ്രനാണോ ഭൂമിക്കാണോ അഴക് അധികം? ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. താഴെ ചെറിയ തിരമാലകൾ ഇളകുന്ന നീലസാഗരം. വെണ്ണുരകൾ വെള്ളിക്കുലുസു പോലെ. ശിഞ്ചാലമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ. പാദസരങ്ങൾ ഇളക്കിക്കൊണ്ട് സാഗരദേവിയുടെ നടനം. മോഹിനിയാട്ടം തന്നെ. മുകളിലും താഴെയുമായി ഒരു മിറർ ഇമേജ് കാഴ്ച. സാധാരണ കണ്ണാടിയിൽ തെളിയുന്നത് വെർച്വൽ ഇമേജാണ്. പക്ഷേ ഇവിടെ ഒരു റിയൽ, നാച്ചുറൽ, ഓർഗാനിക് പ്രതിബിംബം തന്നെ. യാത്രാ വിവരണത്തിൽ ഈ ഒരു മുഹൂർത്തത്തെ എങ്ങനെ വിവരിക്കണം എന്ന് അറിയില്ല എന്നാണ് കുറിച്ചിട്ടത്. വൊക്കാബുലറിയുടെ ക്ഷാമം. യാത്രാവിവരണം വായിക്കാനിടയായ ബന്ധുവിൻ്റെ ഒരു ബന്ധു, ശ്രീമതി രജനി കേരളവർമ്മ, ഈ സന്ദർഭം ഒന്ന് ശ്ലോകത്തിലാക്കി അവതരിപ്പിച്ചു. ആ വരികളാണ് ചൊല്ലിയിട്ടുള്ളത്. കടൽ തീരത്തെത്തുമ്പോൾ തിരമാലകളാണ് യഥാർത്ഥ കർമ്മയോഗികൾ എന്ന് തോന്നാറുണ്ട്. ഫലം എന്തെന്ന ലവലേശം ചിന്തിക്കാതെ തീരത്തേക്ക് ഓടിയെത്തുന്നു, അപ്രത്യക്ഷമാകുന്നു. വീണ്ടും 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 ഈ പ്രതിഭാസം തുടരുന്നു. കാറ്റിൻ്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ വീശിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ചലനങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണോ? ഹൃദയത്തുടിപ്പുകളുടെയും. എന്തുകൊണ്ടാണ് തിരമാലകൾ റിവേഴ്സ് ഡയറക്ഷനിൽ നീങ്ങാത്തത്? ഉൾക്കടലിലേക്ക്. കര ഒരിക്കലും അനങ്ങില്ല എന്ന വിശ്വാസത്തിലായിരിക്കാം. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരലിൽ ആയിരിക്കാം സൗന്ദര്യം, പൂർണ്ണത. തിരമാലകളുടെ ശാസ്ത്രം വേറെയാണെങ്കിലും. തൽക്കാലം നിർത്തുന്നു. ഇറ്റ് ഈസ് ഈസി ടു ബി എ ഫിലോസഫർ, ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ലിവ് എ ലൈഫ്. ശുഭദിനം.